2026 ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇനി സർക്കാർ മാറും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. ഇനി 100 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് 2026 അങ്ങയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ? 10 വർഷത്തെ കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിൽ നിന്നൊരു മോചനം കേരള ജനത ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം അനിവാര്യമാണ് എന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പൂർത്തിയാകും. ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത്. സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളിതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. UDF അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഈ പുതുതലമുറ മാറ്റം വരും എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിഗണന കൊടുക്കും. കഴിഞ്ഞ തവണ കൊടുത്തതാണ്. കഴിഞ്ഞ തവണ 52 സീറ്റുകളിൽ പുതുമുഖങ്ങളായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു. കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ അവസരം കൊടുക്കും. അത് അദ്ദേഹം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ പ്രായമായ ആളുകളെ, മുതിർന്ന ആളുകളെ മുഴുവൻ മാറ്റുമെന്നൊന്നും അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല.